വിവരങ്ങളുമായി അർജുൻ, ഇപ്പോൾ PV അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നെടുങ്കുന്നം സ്വദേശി തോമസ് പീലിയാനിക്കൽ നൽകിയ പരാതി. ഈ പരാതി സ്വാഭാവികമായും പരാതിയുടെ ഉറവിടം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ആരാണ് ഈ തോമസ് പീലിയാനിക്കൽ? സ്മൃതി, 80 വയസ്സുള്ള ഒരാളാണ് തോമസ് പീലിയാനിക്കൽ. ഇദ്ദേഹം മുൻപ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മിനിറ്റുകൾക്കകം പോലീസ് കേസെടുത്തിരിക്കുന്നത്. PV അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ, ഫോൺ കോളുകൾ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തി എന്നതാണ് ഈ FIR-ൽ പറയുന്നത്. ഇതിൽ FIR-ൽ പറയുന്നത് ഈ പരാതിക്കാരൻ ഈ മാസം 1-ാം തീയതി വൈകിട്ട് 6 മണിക്ക് PV അൻവറിൻ്റെ വാർത്താസമ്മേളനം മാധ്യമങ്ങളിൽ കാണുകയും ആ വാർത്താസമ്മേളനത്തിൽ താൻ ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോണുകൾ ചോർത്തി എന്ന വെളിപ്പെടുത്തൽ അൻവർ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിലാണ് പോലീസ് ഇത്തരത്തിൽ ധൃതിപ്പെട്ട് കേസെടുത്തത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, നേരത്തെ ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിക്കുകയും അതിൽ ഗവർണർ ഇതിലൊരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേട്ടോ എന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അന്ന് ഗവർണർക്ക് നൽകിയ മറുപടി ADGP-യോ അതോടൊപ്പം PV അൻവറോ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയിട്ടില്ല എന്നായിരുന്നു സർക്കാർ മറുപടി നൽകിയത്. പക്ഷേ ഇപ്പോൾ പോലീസ് നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മാത്രവുമല്ല, ഇതിൽ ഇന്ന് നിലമ്പൂരിൽ PV അൻവർ പൊതുസമ്മേളനം വിളിച്ചു ചേർത്ത് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇത്തരമൊരു നീക്കം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ മുൻ മലപ്പുറം SP ആയ സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ കോൾ PV അൻവർ പുറത്തുവിടുകയും ഇതിന് പിന്നാലെ സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് PV അൻവറിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിന് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. നേരത്തെ നിരവധി ആരോപണങ്ങൾ PV അൻവറിനെതിരെ മറ്റ് ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങളിലും പോലീസ് സമാനമായ നിയമ നടപടിയിലേക്ക് കടക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും PV അൻവറിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഇതിൽ മറ്റ് തെളിവുകളോ മറ്റ് എന്തെങ്കിലും കണ്ടെത്തിയതായി ഇതിൽ പറയുന്നില്ല. എന്തായാലും ഒരു പൗരൻ നൽകിയ പരാതിയിൽ ഇതിൽ അതുമായി ബന്ധപ്പെട്ട രൂപം നമുക്ക് കിട്ടേണ്ടതുണ്ട് അർജുൻ. കാരണം PV അൻവർ ഈ ഫോൺ ചോർത്തൽ എന്ന ഗുരുതരമായ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം നടത്തിയത്. പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ പോലീസ് ചോർത്തുന്നുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ്. അതാണ് ഗവർണർ ഗൗരവത്തിലെടുക്കുകയും അതിന്മേൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തത്. അതേസമയം അദ്ദേഹം താനും ചില വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ചോർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വേറെ തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തു, മോശം കാര്യം ചെയ്തു എന്ന് ആമുഖത്തോടു കൂടിയാണ് ആ ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിട്ടത്. അത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ വന്ന കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു വാട്സപ്പ് കോളല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥയും പരിശോധിക്കേണ്ടതുണ്ട്. അതിലപ്പുറമുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞാലും ഇതുവരെ അങ്ങനെയുള്ള ശബ്ദരേഖ പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ എന്താണ് ഈ പരാതിയുടെ പൂർണ്ണരൂപം? ആ ഗുരുതരമായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാതെ PV അൻവർ പുറത്തുവിട്ട കാര്യത്തിൽ മാത്രം അന്വേഷണം, PV അൻവർ തെറ്റു ചെയ്തു എന്ന രൂപത്തിലാണോ പരാതി? അതായത് സ്മൃതി, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ PV അൻവർ ശ്രമിച്ചു എന്നതാണ് പരാതി. ഫോൺ സംഭാഷണം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. FIR-ൽ പറയുന്ന കാര്യം പൊതുസുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി ചോർത്തി എന്നതാണ്. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യമായി വെളിപ്പെടുത്തി പൊതുജനങ്ങൾക്കിടയിൽ പരസ്പരം പകയും ഭീതിയും ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനും വേണ്ടി മാധ്യമങ്ങളെ കണ്ടു എന്നാണ് FIR-ൽ പറയുന്നത്. നേരത്തെ PV അൻവർ ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണമാണ്. മന്ത്രിമാരടക്കമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകളുടെ ഫോണുകൾ പോലീസ് ചോർത്തുന്നു എന്നൊരു ആരോപണമാണ് അന്ന് PV അൻവർ ഉന്നയിച്ചത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് PV അൻവർ ഉന്നയിച്ചത് ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത് ഇത്തരത്തിൽ ചിലരുടെ ഫോണുകൾ താനും ചോർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ അത് പുറത്തുവിടുന്നു എന്നതാണ്. അത്
ഫോൺ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നു എന്നൊരു ധാർമ്മിക പ്രശ്നമാണ് PV അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പക്ഷേ പോലീസ് ഇതിൽ ധൃതിപ്പെട്ട ഒരു അന്വേഷണം നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഗവർണർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ADGPയോ PV അൻവറോ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയിട്ടില്ല എന്നൊരു മറുപടിയാണ് സർക്കാർ നൽകിയത് എന്നുള്ളതാണ്. എന്നിട്ടും ഇത്തരത്തിൽ PV അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ശരി, ആ ഫോൺ ചോർത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SP സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് എന്നൊരു കൗതുകം കൂടി അതിൽ ഉണ്ട്.